വേട്ടക്കാർ അധ്യായം 49. പാഞ്ചാലി യാതൊരു തിടുക്കവും കൂടാതെ കോണിപ്പടികൾ ഇറങ്ങി താഴെയെത്തി. അപ്പോഴും ദുർഗയുടെ ഭാവമായിരുന്നു അവൾക്ക്. ഇന്ദ്രനും കൃഷ്ണനും ഗുരുക്കളും അടങ്ങുന്ന സംഘം അവളെ പ്രതീക്ഷിച്ച് താഴെ നിൽക്കുകയായിരുന്നു. അവളുടെ കയ്യിലിരിക്കുന്ന വാരിക്കുന്തത്തിന്റെ മുന ചോരയിൽ നനഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവർക്ക് കാര്യം വ്യക്തമായി. ഇനി ഇന്ദ്രൻ ചോദ്യഭാവത്തിൽ പാഞ്ചാലിയെ നോക്കി. നിങ്ങൾ പിന്നിലെ വാതിൽ തുറന്നിടണം, എനിക്ക് ഈ കൊട്ടാരത്തിൽ ഒരാളെ കൂടി കാണാനുണ്ട്. പറഞ്ഞിട്ട് അവൾ താഴത്തെ മുറിയുടെ ഒരു വാതിൽ കടന്ന് മറഞ്ഞു. സിറ്റിംഗ് റൂമിന് നടുവിൽ ടീപ്പോയിൽ മലർത്തി കിടത്തി കെട്ടിമുറുക്കിയ നിലയിലായിരുന്നു സോണി. ഡമോക്ലീസിന്റെ വാള് പോലെ തന്റെ മുന്നിൽ തൂങ്ങിക്കിടന്നിരുന്ന അമ്മിക്കല്ലിലേക്ക് ഇടയ്ക്കിടെ ഭീതിയോടെ നോക്കുകയും കണ്ണുകൾ ഇറുക്കി അടയ്ക്കുകയും ചെയ്തു. ആ പ്ലാസ്റ്റിക് കയർ ഒന്ന് പിടിവിട്ടു പോയാൽ. ചാവേറുകളിൽ ഒരാൾ ഒരു കസേര വലിച്ചിട്ട് അവനിൽ നിന്ന് അല്പം അകന്ന് കാവലിരിക്കുകയാണ്. വാരിക്കുന്തത്തിന്റെ പിൻഭാഗം തറയിലൂന്നി ജാഗ്രതയോടെ അയാൾ അവന്റെ ഓരോ ചലനവും ശ്രദ്ധിച്ചു. അകത്തേക്ക് പോയ പാഞ്ചാലി വെളിച്ചമുള്ള ഒരു മുറിയിലെത്തി. അകത്തേക്ക് കാൽ വെച്ചപ്പോഴേ മലമൂത്ര വിസർജ്യത്തിന്റെയും എണ്ണയുടെയും കുഴമ്പിന്റെയും ഒക്കെ സമ്മിശ്ര ഗന്ധം അവൾക്ക് അനുഭവപ്പെട്ടു. മൂക്കു പൊത്താതിരിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക്. മുറിയുടെ ഒരു ഭാഗത്ത് മുഷിഞ്ഞ ഷീറ്റ് വിരിച്ച കട്ടിലിൽ മറ്റൊരു പഴന്തുണിക്കെട്ട് പോലെ വളഞ്ഞു കിടക്കുന്ന സ്ത്രീരൂപം അവൾ കണ്ടു. സ്റ്റഫ് ചെയ്ത് കിടത്തിയിരിക്കുന്ന ഒരു ശരീരം പോലെയാണ് തോന്നിയത് പാഞ്ചാലിക്ക്. കാൽപ്പെരുമാറ്റം കേട്ടതുകൊണ്ടാവണം ആ രൂപം വളരെ പണിപ്പെട്ട് കണ്ണുകൾ തുറന്നു. രണ്ട് കുഴികളിൽ ഒരു നേരിയ ചലനം പോലെ പീളകെട്ടിയ കണ്ണുകൾ. അല്പനേരം ആ സ്ത്രീയെ തന്നെ നോക്കി പാഞ്ചാലി നിന്നു. കബനി പുഴയോരത്തുകൂടി തന്റെ കൈ പിടിച്ച് നടന്നിരുന്ന, തനിക്ക് മുള്ളിപ്പഴവും തെച്ചിപ്പഴവും പറിച്ചു തന്നിരുന്ന ഒരു സുന്ദരിയായ സ്ത്രീയെ പാഞ്ചാലി ഓർത്തു. തനിക്ക് വേണ്ടി മാത്രം അവൽ നനച്ചതും നേന്ത്രക്കായി അരിഞ്ഞ് പഞ്ചസാര ചേർത്ത് തരികയും ചെയ്തിരുന്ന സ്ത്രീ. അന്നദാതാവിന്റെ മകളെന്നുള്ള പരിഗണനയേക്കാൾ കൂടുതൽ സ്നേഹവും വാത്സല്യവുമായിരുന്നു ആ മനസ്സിൽ. ആരാ? ആ സ്ത്രീയുടെ വരണ്ട ചുണ്ടുകൾ പതുക്കെ അനങ്ങി. ശബ്ദം പുറത്തു വന്നില്ലെങ്കിലും പാഞ്ചാലിക്ക് അത് ബോധ്യമായി. ഞാൻ പാഞ്ചാലി. ചിന്നമ്മോ ഓർക്കുന്നുണ്ടോ എന്നെ? പാഞ്ചാലി. ഓർമ്മയിൽ ചികയും പോലെ ചിന്നമ്മോ കണ്ണുകളൊന്നടച്ചു. കുഞ്ഞൻ കർത്തായുടെ മോളാ ചിന്നമ്മോന്റെ മണിക്കുട്ടി. അവൾ ഒന്നുകൂടി വ്യക്തമാക്കി. ശിരസാര പിടിച്ചു കുലുക്കിയതുപോലെ ചിന്നമ്മോ പൊടുന്നനെ കണ്ണുകൾ തുറന്നു. ഇപ്പോൾ അവയിൽ നനവിന്റെ തിളക്കം പാഞ്ചാലി കണ്ടു. എന്തൊക്കെയോ പറയാനെന്ന വണ്ണം അവരുടെ ചുണ്ടുകൾ വിതുമ്പി. അതിൽ നിന്ന് പതിഞ്ഞ ചില വാക്കുകൾ തെറിച്ചു വീണു. എനിക്കറിയായിരുന്നു എന്റെ മണിക്കുട്ടി തിരിച്ചു വരുമെന്ന്, ചത്തിട്ടില്ലാന്ന്. ചതിയന്മാരോട് പകപോക്കാതെ എന്റെ കുട്ടിയെ ദൈവം തിരിച്ചു വിളിക്കൂല്ലാന്ന്. അത്രയും പറഞ്ഞപ്പോഴേക്കും ഗദ്ഗതം കൊണ്ട് അവരുടെ വാക്കുകൾ മുറിഞ്ഞു. പാഞ്ചാലിക്കും വിഷമം തോന്നി. അവൾ ചിന്നമ്മോന്റെ അടുത്തായി കിടക്കയിലിരുന്നു. ഉണങ്ങി ഒടിഞ്ഞു തൂങ്ങിയതുപോലെയുള്ള അവരുടെ കയ്യിൽ അമർത്തി പിടിച്ചു. ചിന്നമ്മു, ഞാൻ വന്നത് കൊല്ലാനാ, ഇത്താപ്പുവിന്റെ വീട്ടിലുള്ള എല്ലാവരെയും. പക്ഷെ ചിന്നമ്മൂനെ ഞാൻ കൊല്ലില്ല. കാരണം എന്റെ കുടുംബത്തോട് കാട്ടിയ ചതിയിൽ യാതൊരു പങ്കുമില്ലെന്ന് എനിക്കറിയാം. എല്ലാം കഴിയുമ്പോൾ എന്നിൽ പ്രാണൻ ബാക്കിയുണ്ടെങ്കിൽ ചിന്നമ്മൂനെ ഞാൻ നോക്കും, എന്റെ അമ്മയുടെ സ്ഥാനം നൽകി തന്നെ. ശിരസ് മാത്രം അനക്കാൻ കഴിയുന്ന ചിന്നമ്മു പാഞ്ചാലിയെ കാണുകയായിരുന്നു. തന്റെ കയ്യിൽ തൂങ്ങി നടന്നിരുന്ന ആ കൊച്ചു പെൺകുട്ടിയാണിതെന്ന് വിശ്വസിക്കാനാവാത്തതുപോലെ. മണിക്കുട്ടി, എന്നെ കൂടിയങ്ങ് കൊല്ല്, സ്നേഹം കൊണ്ടാ പറയണത്. എല്ലാരും ഉണ്ടായിട്ടും ആരും നോക്കാതെ നരയിക്കുമായിരുന്നു ഞാൻ. എന്റെ മക്കള് പോലും ഈ അമ്മയുടെ അടുത്ത് വരത്തില്ലായിരുന്നു. ഇപ്പോ ആർക്കും വേണ്ടാതെ കിടക്കണതിനേക്കാൾ നല്ലത് ചാകുന്നതല്ലേ കുട്ടി. ചാകാൻ വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു, എന്നാല് ഈശ്വരന്മാര് കേൾക്കണില്ല. ചിന്നമ്മോ വിതുമ്പിക്കരഞ്ഞു. പാഞ്ചാലി ആ വായി പൊത്തി. ഇങ്ങനൊന്നും പറയല്ലേ ചിന്നമ്മോ, എനിക്ക് വേണം ചിന്നമ്മൂനെ. പിടിവിട്ട് പാഞ്ചാലി എഴുന്നേറ്റു. ഈ കൊട്ടാരത്തിൽ ആരുടെ നിലവിളി കേട്ടാലും ചിന്നമ്മോ എന്നെ ശപിക്കരുത്. ഇല്ല മോളെ, നീ തോൽക്കത്തില്ല. കൊല്ലണം നീ അവരെ. നിനക്കേ അതിനുള്ള അവകാശമുള്ളൂ. ചിന്നമ്മോ ഒന്ന് ചിരിച്ചു. പാഞ്ചാലി പുറത്തിറങ്ങി വാതിൽ ചാരി. സിറ്റിംഗ് റൂമിൽ വെച്ച് ഇന്ദ്രനും മറ്റുമായി സന്ധിച്ചു. വാതിലുകൾ തുറന്നിട്ട് കഴിഞ്ഞു പാഞ്ചാലി. ഇന്ദ്രൻ അക്ഷമനായതുപോലെ തോന്നി. എങ്കിലിനി ഇത്താപ്പൂരിനുള്ള സ്വീകരണമാണ്. ഇന്ദ്രൻ കൂടി എന്റെ ഒപ്പം ഇവിടെ നിൽക്കണം. ബാക്കിയുള്ളവർ നേരത്തെ പറഞ്ഞതുപോലെ. ശരി. ഗുരുക്കളും കൃഷ്ണനും മറ്റ് ചാവേറുകളും തുറന്നിട്ടിരുന്ന പിൻവാതിലുകൾ വഴി പുറത്തിറങ്ങി. ഒരു ഞരക്കം കേട്ട് ഗുരുക്കൾ കരുതലോടെ പെൻടോർച്ച് തെളിച്ചു. കൊട്ടാരത്തോട് ചേർന്ന് തറയിൽ രണ്ടുപേർ ചോരയിൽ കുളിച്ചു കിടക്കുന്നു. അവരിൽ ഒരാൾ എഴുന്നേൽക്കാനാവാതെ പിടയുകയാണ്. അയാൾ മുകളിലേക്ക് നോക്കി. ഉടഞ്ഞ ജനാലച്ചില്ലിലൂടെ വെളിച്ചത്തിന്റെ കീറുകൾ പുറത്തേക്ക് ചിതറി വീടുന്നു. വാ, ഇവരുടെ ശല്യം നമുക്കുണ്ടാകത്തില്ല. കൃഷ്ണൻ തിടുക്കപ്പെട്ടു.
ശ്രദ്ധയോടെ അവർ ഇരുളിലേക്ക് ഊളിയിട്ടു. പള്ളിയിൽ നിന്ന് നാടകത്തിലെ ഡയലോഗുകൾ മൈക്കിലൂടെ ഉയർന്ന് കേൾക്കുന്നുണ്ട്. ബോംബ് വാർത്ത വ്യാജമാണെന്ന് ഇതിനകം തിരിച്ചറിഞ്ഞ ഫാദർ ഡാനിയലും പോലീസും ജനങ്ങളുമൊക്കെ ഇത്താപ്പുവിനോട് മാപ്പ് പറഞ്ഞു. ഒരു മാപ്പ് കൊണ്ടൊന്നും അടങ്ങുന്നവനല്ല ഞാൻ, നിങ്ങൾക്കറിയാമല്ലോ. ഇത്താപ്പു രോഷത്തോടെ ചീറി. എന്നെ നാണം കെടുത്തിയതിന് ഓരോരുത്തർക്കും ഞാൻ തരുന്നുണ്ട്. പെരുന്നാളൊന്ന് കഴിഞ്ഞോട്ടെ. അയാൾ മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് പള്ളിമുറ്റത്ത് നിന്ന് റോഡിലേക്ക് ഇറങ്ങി. അവിടെ ഏതാനും വാഹനങ്ങൾ കിടപ്പുണ്ടായിരുന്നു. ഒരു ജീപ്പിൽ ചാരി നിന്ന് ഡ്രൈവർ സിഗരറ്റ് വലിക്കുന്നു. ഇത്താപ്പു അടുത്തു ചെന്നപ്പോൾ അയാൾ വേഗം സിഗരറ്റ് താഴെയിട്ട് ചവിട്ടി അണച്ചു. നിന്റെ ജീപ്പാണോടാ ഇത്? ഇത്താപ്പു അയാളെ അടിമുടി നോക്കി. ആന്ന് മുതലാളി, എനിക്ക് കൊട്ടാരത്തിലേക്കൊന്ന് പോകണം. കേറിക്കു മുതലാളി. ഡ്രൈവർ ജീപ്പിലേക്ക് കാൽ വെച്ചു. അത് വേണ്ട. പൊടുന്നനെ കാതുകൾക്കരികിൽ ഒരു ശബ്ദം. ഡ്രൈവർ കിടുങ്ങിത്തിരിഞ്ഞു. വൈരനും സംഘവും. നീ രാവിലെ മുള്ളംകൊല്ലി കൊട്ടാരത്തിൽ വന്ന് ജീപ്പെടുത്തോണ്ട് പോന്നാ മതി. അയാൾ കൈനീട്ടി. ഡ്രൈവർ അറിയാതെ താക്കോൽ ആ കൈവെള്ളയിലേക്ക് വെച്ചുകൊടുത്തു. അയാളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു മാറ്റി നിർത്തിയിട്ട് വൈരൻ സ്റ്റിയറിംഗ് വീലിന് പിന്നിൽ കടന്നിരുന്നു. ഇത്താപ്പവും കുറെ ഗുണ്ടകളും അകത്ത് കയറി. ബാക്കിയുള്ളവർ ഇരുവശത്തും പിറകിലും. പിന്നെ കാരിയറിലുമായി ജീപ്പിനെ പൊതിഞ്ഞു. ഏതു ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കുവാൻ അവർ സജ്ജരായിരുന്നു. വൈരൻ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഹെഡ്ലൈറ്റുകളാൽ ഇരുൾ മായ്ച്ചുകൊണ്ട് അത് മുള്ളംകൊല്ലി കൊട്ടാരത്തിലേക്ക് പായിക്കുന്നതിനിടയിൽ വൈരൻ പറഞ്ഞു, എന്നാലും ബോംബിനെക്കുറിച്ച് ഇങ്ങനെയൊരു കെട്ടുകഥ ഉണ്ടാക്കിയതെന്താണെന്നാണ് എനിക്കിപ്പോഴും പിടികിട്ടാത്തത്. കൊട്ടാരത്തിൽ നിന്ന് എന്നെ പുറത്തിറക്കാൻ തന്നെയായിരുന്നിരിക്കണം അത്. പക്ഷേ കൂടെ നിങ്ങളെല്ലാവരും ഉണ്ടാകുമെന്ന് ഇന്ദ്രനും പാഞ്ചാലിയും ഒന്നും ചിന്തിച്ചിരിക്കില്ല. ഇത്താപ്പു ചിരിച്ചു. പ്രധാന റോഡിൽ നിന്ന് ജീപ്പ് മുള്ളംകൊല്ലി തോട്ടത്തിലേക്കുള്ള പാതയിലേക്ക് തിരിഞ്ഞു. കവുങ്ങിൻ തോട്ടം വെളിച്ചം തൊട്ടുഴിഞ്ഞു. ഗുണ്ടകളുടെ കണ്ണുകൾ നാലുപാടും ശ്രദ്ധിക്കുകയാണ്. മുള്ളംകൊല്ലി കൊട്ടാരത്തിൽ ലൈറ്റുകൾ തെളിഞ്ഞു നിൽക്കുന്നത് വൃക്ഷങ്ങൾക്കിടയിലൂടെ കണ്ടു. വെള്ളായം പോലെ തോട്ടിലും റോഡിലും മഞ്ഞ് പരന്നു തുടങ്ങിയിട്ടുണ്ട്. പൊടുന്നനെ എവിടെയോ ചെന്ന് മുട്ടിയതുപോലെ ജീപ്പ് കുലുങ്ങി നിന്നു. ആ ശക്തിയിൽ പിൻചക്രങ്ങൾ ഒന്നുയർന്ന് വീണു. കാരിയറിൽ ഇരുന്ന ഒരു ഗുണ്ട പിടിവിട്ട് റോഡിലേക്ക് മറിഞ്ഞു. ഇത്താപ്പുവിന്റെ ശിരസ് ഡാഷ്ബോർഡിൽ ചെന്നിടിച്ചു. എന്താടാ നായ ഇത്? നെറ്റി തടവിക്കൊണ്ട് ഇത്താപ്പു ചീറി. റോഡിൽ കുഴിയുണ്ടായിരുന്നു മുതലാളി. പറയുന്നതിനിടയിൽ വൈരൻ ഗിയർ ചേഞ്ച് ചെയ്ത് ആക്സിലേറ്റർ ഞെരിച്ചു. എന്നാൽ ജീപ്പ് ശക്തിയിൽ കുലുങ്ങുകയും പിൻചക്രങ്ങൾ കറങ്ങി മണ്ണ് പിന്നോട്ട് തെറിക്കുകയും ചെയ്തതല്ലാതെ നീങ്ങിയില്ല. ടയർ കരിഞ്ഞതിന്റെ രൂക്ഷഗന്ധം അവിടെ പരന്നു. അങ്ങോട്ട് പോയപ്പോൾ ഇല്ലാതിരുന്ന കുഴി എങ്ങനെയാടാ ഇപ്പോഴുണ്ടായത്? ഇത്താപ്പു പല്ലിഞ്ഞെരിച്ചു. വൈരന്റെ കണ്ണുകൾ കുറുകി. ചതിയാണ് മുതലാളി. ഇത്താപ്പുവിന്റെ ഉടൽ ഒന്ന് പിടഞ്ഞു. അത് കണ്ടോ? ഒരാൾ കാപ്പിത്തോട്ടത്തിലേക്ക് കൈ ചൂണ്ടി. സകലരും അവിടേക്ക് നോക്കി. ഇത്താപ്പുവിന്റെ നാവിൻ തുമ്പിൽ ഒരു നിലവിളി കുരുങ്ങി വീണു. നേർരേഖയിലൂടെ എന്നവണ്ണം ജീപ്പിനടുത്തേക്ക് പാഞ്ഞു വരുന്ന ഒരു പ്രകാശം. പൂത്തിരി കത്തും പോലെ തീപ്പൊരികൾ ചിതറിയാണത് വരുന്നത്. മുതലാളി, വൈരൻ വിളിച്ചു പറഞ്ഞു. വെടിമരുന്ന് പുരട്ടിയ തിരിയാണതെന്ന് തോന്നുന്നു. ചാടിക്കോ. എന്നാൽ ഇത്താപ്പുവിന് അതിനുള്ള നേരം കിട്ടിയില്ല. തീ അടുത്തെത്തി കഴിഞ്ഞു. തുടർന്ന് കാതടപ്പിക്കുന്ന വെടിയൊച്ചകൾ. വലിയ അമിട്ടുകളായിരുന്നു അത്. പക്ഷേ ബോംബ് സ്ഫോടനം പോലെയാണ് തോന്നിയത്. മണൽത്തരികളും തീപ്പൊരികളും ജീപ്പിന് മീതെയും ചിതറി വീണു. സെക്കൻഡുകൾക്കുള്ളിൽ കനത്ത പുക ജീപ്പിനെ പൊതിഞ്ഞു. ഗുണ്ടകൾ ശരിക്കും പതറി. അപ്പോൾ തറയിൽ നിന്ന് മുളച്ചു വരുന്നത് പോലെ റോഡിനിരുവശത്തുമുള്ള ചെറിയ കയ്യാലകൾക്ക് പിന്നിൽ നിന്ന് ചില രൂപങ്ങൾ ഉയർന്നു വരുന്നു. ശൂലമേന്തിയ ചെകുത്താന്മാർ ചിലയ്ക്കും പോലെയാണ് ചലനം കണ്ടത്. മുതലാളി, കൊട്ടാരത്തിലേക്ക് ഓടിക്കോ. ഇവരുടെ കാര്യം ഞങ്ങളേറ്റു. വൈരൻ ശബ്ദം താഴ്ത്തി. പ്രാണൻ വാരിപ്പിടിച്ചുകൊണ്ട് ഓടുന്നത് പോലെ ഇത്താപ്പു ജീപ്പിൽ നിന്നിറങ്ങി ഓടി. അടുത്ത നിമിഷം 2 വാരിക്കുന്തങ്ങൾ ജീപ്പിന്റെ ഹെഡ്ലൈറ്റുകൾ തകർത്തു. സർവത്ര അന്ധകാരം. പിന്നിൽ നിലവിളികളും അട്ടഹാസങ്ങളും ഇത്താപ്പു കേട്ടു. വാരിക്കുന്തമേറിയ ചാവേറുകൾ ഗുണ്ടകളുമായി ഏറ്റുമുട്ടുകയായിരുന്നു. ആദ്യമേറ്റ നടുക്കത്തിൽ നിന്ന് മോചിതരാകും മുൻപ് തന്നെ ഗുണ്ടകളിൽ പലരുടെയും നെഞ്ചിൽ വാരിക്കുന്തങ്ങൾ പുളഞ്ഞിറങ്ങി. ഒരുവന് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഒരേപോലെയാണ് കുത്തേറ്റത്. രംഗം പന്തിയല്ലെന്ന് തിരിച്ചറിഞ്ഞ വൈരൻ ഇരുളിലേക്ക് ഊളിയിട്ടു. ഒറ്റയൊന്നിനെയും വിടരുത്, ഗുരുക്കളുടെ കൽപ്പന. അവശേഷിച്ച ഗുണ്ടകളുടെ പ്രത്യാക്രമണ ശക്തി കുറഞ്ഞു വരികയായിരുന്നു. ഇതിനകം ഇത്താപ്പ് ഓടി കൊട്ടാരത്തിന്റെ സിറ്റൗട്ടിൽ എത്തിക്കഴിഞ്ഞിരുന്നു. സോണി, മോനെ, വാതില് തുറക്കടാ. വാതിലിൽ തട്ടുകയും കോളിംഗ് ബെൽ അമർത്തുകയും ഒന്നിച്ചു ചെയ്യുകയായിരുന്നു ഇത്താപ്പു. അകത്തുനിന്ന് മറുപടി കിട്ടാഞ്ഞപ്പോൾ അയാൾക്ക് വിഷമവും ദേഷ്യവും ഒന്നിച്ചുണ്ടായി. മലന്ന് കിടന്നുറങ്ങാതെ ഇങ്ങോട്ട് വന്ന് വാതിൽ തുറക്കടാ നായേ. ഇടയ്ക്കിടെ അയാൾ ഭീതിയോടെ തിരിഞ്ഞു നോക്കി. തന്നെ കൊല്ലാൻ ആരെങ്കിലും ഓടി വരുന്നുണ്ടോ? വാതിൽ തുറക്കുന്നുമില്ല. ഇവിടെ നിർത്തിയിരുന്നവന്മാരെവിടെ?
അയാൾ വാതിൽ ആഞ്ഞാഞ്ഞ് ചവിട്ടി. ഇനി ചവിട്ടി തുറക്കുകയേ ഉള്ളൂ രക്ഷ. 4-5 ചവിട്ടുകൂടി കൊടുത്തപ്പോൾ വാതിൽ പാളിക്ക് ഒരു ചലനം. സർവശക്തിയും സമാഹരിച്ച് സകല തെറിയും ഉള്ളിൽ പറഞ്ഞ് ഒറ്റ ചവിട്ടുകൂടി. വാതിലിന്റെ ഹുക്ക് ഇളകി. അത് തള്ളി തുറന്ന് ഇത്താപ്പു അകത്തേക്ക് കയറിയതും മുറിക്കുള്ളിൽ ഒരു വലിയ ശബ്ദം കേട്ടു. ഞെട്ടലോടെ അയാൾ അവിടേക്ക് നോക്കി. മുറിയുടെ നടുവിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു മഞ്ഞ പ്ലാസ്റ്റിക് ചരടാണ് ആദ്യം കണ്ടത്. അതിന് താഴെ ഒരു പിടച്ചിൽ, കരയ്ക്ക് കിടന്ന് ഒരു ചെറുമീൻ പിടയുന്നത് പോലെ. ഇത്താപ്പു അങ്ങോട്ട് ഓടിയെടുത്തു. ഒന്നേ നോക്കിയുള്ളൂ, നടുവേ ഒടിഞ്ഞ ടീപ്പോയിൽ കുരുങ്ങിക്കിടന്ന് പിടയുന്ന സോണി. അവന്റെ നെഞ്ചിന് തൊട്ടു താഴെയുള്ള സകല അസ്ഥികളും ഞെരിഞ്ഞു പൊട്ടിയതുപോലെ. അമ്മിക്കല്ല് അവിടെ അമർന്നിരിക്കുകയാണ്. മോനെ! മറ്റെല്ലാം മറന്ന് അയാൾ ആ കല്ല് നീക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിനു മുൻപ് സോണിയുടെ ചലനം നിലച്ചു. അപ്പോഴാണ് വാസ്തവത്തിൽ ഇത്താപ്പു ശത്രു സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. അയാൾ സംശയത്തോടെ പിന്നോട്ട് നടക്കാനാഞ്ഞു. പക്ഷേ പിന്നിൽ നിന്ന് ഒരു വാരിക്കുന്തം അയാളുടെ പുറത്ത് നട്ടലിന് മുകളിൽ മുട്ടി. ഇനി നിനക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല ഇത്താപ്പു. പാമ്പിന്റെ സീൽക്കാരം പോലെ ഒരു സ്ത്രീ ശബ്ദം. ഇത്താപ്പു ശരീരം അനക്കാതെ തലമാത്രം തിരിച്ചു നോക്കി. പാഞ്ചാലി. അവളുടെ മുഖത്ത് ആരാച്ചാരുടെ ഭാവം. കഴിവേറി, നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ? കൊല്ലും നിന്നെ ഞാൻ. ഇത്താപ്പു അരയിൽ കൈവച്ചു. എടുത്തു പൊക്കടാ നിന്റെ കൈ. അരയിലിരിക്കുന്ന ആ കളിപ്പാട്ടം അവിടെ തന്നെ ഇരുന്നോട്ടെ. അങ്ങ് നരകത്തിൽ ചെല്ലുമ്പോൾ പൊട്ടാസില്ലാതെ നിനക്ക് വെടിവെച്ച് കളിക്കാം. പാഞ്ചാലി വാരിക്കുന്തം ഒന്നുകൂടി അമർത്തി. തന്റെ പുറത്തെ തോൽ പൊളിഞ്ഞത് ഇത്താപ്പു അറിഞ്ഞു. അയാൾ കൈ പിൻവലിച്ചു. എടി, നീ തീയോടാണ് കളിക്കുന്നത്. അപ്പോഴും ശൗര്യം കൈവിടാത്തതുപോലെ ഇത്താപ്പു ചെറുത്തുനിന്നു. തീയോ? നീയോ? പാഞ്ചാലി പൊട്ടിച്ചിരിച്ചു. അതിന്റെ അലകൾ മുള്ളംകൊല്ലി കൊട്ടാരത്തിന്റെ ഓരോ മൂലയിലും തല്ലി അലച്ചു. നീ എപ്പോഴേ ആർത്തണുത്തെന്നും നിന്റെ ശരീരത്തിൽ ശവത്തിന്റെ തണുപ്പ് അരിച്ചു തുടങ്ങിയെന്നും നിന്നേക്കാൾ കൂടുതൽ അറിയാവുന്നവളാണ് ഞാൻ. നിന്റെ ക്രൂരതകൾ നേരിൽ കണ്ടവൾ. മഴയത്തുകൂടി ഓടിപ്പോകുന്ന ഒരു പിഞ്ചുകുഞ്ഞിനു പിന്നാലെ വേട്ടനായ്ക്കളെ പോലെ ഗുണ്ടകളെ അയച്ചപ്പോൾ ഇങ്ങനെ ഒരു തിരിച്ചടി നീ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് സത്യം. പക്ഷേ അതറിഞ്ഞ നിമിഷം മുതൽ കൊഴുപ്പുമുറ്റിയ നിന്റെ ഈ ശരീരം തണുത്തു തുടങ്ങിയില്ലേ? അതിനല്ലേ നീ പണവും മദ്യവും പെണ്ണും കൊടുത്ത് അംഗരക്ഷകരെ നിർത്തിയിരിക്കുന്നത്? നിന്റെ ഈ വൃത്തികെട്ട ശരീരം നിലനിർത്താൻ. ശോഭത്താൽ പാഞ്ചാലിയുടെ നെഞ്ചിടം ശക്തിയിൽ ഉയർന്നു താണു. ഇത്താപ്പുവിന്റെ ജൂബ വിയർപ്പിൽ മുങ്ങി. അയാൾക്ക് ഒന്ന് നിലവിളിക്കണമെന്ന് തോന്നി. പക്ഷേ നാവനങ്ങുന്നില്ല. ഇപ്പോൾ നിശബ്ദതയിൽ കുപ്പിച്ചില്ലുകൾ കൊണ്ട് കുത്തിക്കീറും പോലെ പാഞ്ചാലിയുടെ ശബ്ദം വീണ്ടും ഉയർന്നു. നിനക്ക് എത്രയോ വർഷം മുൻപ് മരണശിക്ഷ വിധിച്ചവളാണ് ഞാൻ. പക്ഷേ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് കാലം വഴിയൊരുക്കി തരാൻ വൈകിപ്പോയി. ഇപ്പോൾ നീ ഏകനാണ്. നിന്റെ മകനും മകളും ബാക്കിയില്ല. നിന്റെ ഗുണ്ടാ പട്ടാളവും ഇപ്പോൾ പിടഞ്ഞു തീർന്നിട്ടുണ്ടാവും. എന്നാൽ ഒറ്റക്കുത്തിന് നിന്നെ കൊല്ലാൻ എനിക്ക് ആഗ്രഹമില്ല. ഇത്രയും കാലം ചെയ്തു കൂട്ടിയതിനൊക്കെ കണക്ക് തീർത്ത് അനുഭവിക്കാൻ പോവുകയാണ് നീ. നിന്റെ കൊലപാതകം വളരെ ക്രൂരമാണെന്ന് കാലം പറഞ്ഞേക്കാം. പക്ഷേ ലോകത്ത് ഒരാൾക്കും കിട്ടാത്ത തരത്തിലുള്ള മരണശിക്ഷയാണ് നിനക്ക് ഞാൻ തരാൻ പോകുന്നത്. മരിക്കും മുൻപ് ഈ ശരീരം എല്ലാ വേദനയും അറിഞ്ഞിരിക്കണം. അവസാനം നിന്നെ കൊന്നുതരാൻ നീ തന്നെ എന്നോട് അപേക്ഷിക്കണം. പാഞ്ചാലിയുടെ കണ്ണുകളിൽ 2 തീക്കനലുകൾ ഇളകുന്നത് അയാൾ കണ്ടു. അവൾ തുടർന്നു. മരിക്കപ്പെടുന്നവന് അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ തരാം. പക്ഷെ പ്രാണൻ മാത്രം ചോദിക്കരുത്. എന്റെ അച്ഛനും അമ്മയ്ക്കും ആർക്കും തന്നെ നീ ഇങ്ങനെ ഒരു അവസരം കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഞാൻ തരുന്ന ഒരു ഔദാര്യമായി ഇതിനെ കരുതിക്കോ. ഇത്താപ്പു ചുറ്റും നോക്കി. പാഞ്ചാലിയല്ലാതെ മറ്റാരുമില്ല. അയാളുടെ കണ്ണുകൾ തിളങ്ങി. നീ വാക്കുമാറില്ലെന്ന് ഉറപ്പാണോടി? അതെ. അവൾ തലയാട്ടി. എങ്കിൽ പ്രാണന് വേണ്ടിയൊന്നും നിന്നോട് യാചിക്കുന്നില്ല ഞാൻ. പക്ഷേ നിന്നോട് എനിക്കൊന്ന് ഏറ്റുമുട്ടണം. നിനക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ ഞാനും, എനിക്ക് നിന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ നീയും ബാക്കി കാണില്ല. ധൈര്യമുണ്ടോ നിനക്ക്? പതറിപ്പോയി പാഞ്ചാലി. ഇങ്ങനെ ഒരു ആവശ്യം അയാൾ ഉന്നയിക്കുമെന്ന് അവൾ കരുതിയിരുന്നതേയില്ല. അയാൾ വെല്ലുവിളിച്ചു. നീ കുഞ്ഞൻ കർത്തായുടെ മോളാണെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ വാക്ക് പാലിക്കടി നായിന്റെ മോളെ. ഏറ്റുമുട്ടൽ ആയുധം കൊണ്ടോ കൈകൊണ്ടോ? അവൾ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. കൈകൊണ്ട്. നിന്നെ തീർക്കാൻ എനിക്കെന്തിനാടി ആയുധം? അയാൾ തന്റെ അരയിലിരുന്ന റിവോൾവർ വലിച്ചെടുത്ത് സെറ്റിയിലേക്ക് എറിഞ്ഞു. പാഞ്ചാലിയും വാരിക്കുന്തം മാറ്റിവെച്ചു. വാ, വാടി. ഇത്താപ്പു ഒരു ഗറില്ലയെ പോലെ പല്ലിടിച്ചുകൊണ്ട് കൈയാട്ടി. പാഞ്ചാലി അല്പം കൂടി മുന്നോട്ടെടുത്തു. കണ്ണുകൾ പരസ്പരം കൊരുത്തു. സർവത്ര ശാന്തത. കൊട്ടാരം പോലും ഇനി എന്തെന്നറിയാതെ കിടുങ്ങി നിന്നു. അധ്യായം 50. വാ, വാടി. കൊല്ലാൻ വെമ്പി നിൽക്കുന്നത് പോലെ ഇത്താപ്പു മുതലാളി വീണ്ടും പാഞ്ചാലിയെ കൈയാട്ടി വിളിച്ചു. അവളിൽ ഒരു പതർച്ചയുണ്ടായി. ഇത്താപ്പു അത് തിരിച്ചറിയുകയും ചെയ്തു. ഇങ്ങോട്ട് വരാൻ നിനക്ക് പേടിയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാമടി.
അയാൾ 2 ചുവടുകൾ മുന്നോട്ട് വെച്ചു. എല്ലാം കണ്ടും കേട്ടും അടുത്ത മുറിയുടെ വാതിലിന് പിന്നിൽ മറഞ്ഞു നിൽക്കുകയായിരുന്ന ഇന്ദ്രനിലും ഒരു നടുക്കം പാറി വീണിരുന്നു. പാഞ്ചാലിയുടെ ഈ നടപടി ബുദ്ധിമോശമായി പോയെന്ന് അവനും തോന്നി. ഇന്ദ്രൻ ഹാളിലേക്കിറങ്ങി. പിന്നിൽ ചലനം അറിഞ്ഞതുപോലെ ഇത്താപ്പു തിരിഞ്ഞു നോക്കി. ഇന്ദ്രനെ കണ്ടതും അയാൾ വിളറിപ്പോയി. എങ്കിലും ധൈര്യം കൈവിടാതെ വിളിച്ചു പറഞ്ഞു, ഞാനും ഈ കഴിവേറുമോളും തമ്മിൽ ഉണ്ടാക്കിയ ഉടമ്പടിയെക്കുറിച്ച് നീയും കേട്ടല്ലോ ഇന്ദ്ര. അതിനിടെ പിന്നിൽ നിന്ന് എന്നെ ആക്രമിക്കുന്നത് തെരുവു പട്ടികൾക്ക് പോലും യോജിച്ചതല്ല. പാഞ്ചാലിയുടെ മുഖത്തേക്കൊന്ന് കണ്ണയച്ചിട്ട് ഇന്ദ്രൻ ചിരിച്ചു. ഇത്താപ്പു മുതലാളി, തന്റെ ചങ്കിൽ കത്തുന്ന തീ കാണാൻ എനിക്ക് കഴിയും. കഴുത്തിൽ കുരുക്ക് വീണവന്റെ ഒടുക്കത്തെ കത്തലാണത്. നിന്നെ പിന്നിൽ നിന്ന് ആക്രമിക്കില്ല ഞാൻ. വെറും കാഴ്ചക്കാരനായി ഞാനിവിടെ ഇരിക്കുകയാണ്. ഇന്ദ്രൻ കോണിപ്പടികളിലൊന്നിൽ ഇരുന്നു. ഇപ്പോൾ റഫറിയാണ് ഞാൻ. പക്ഷേ ഒന്ന് നീ ഓർത്തോ, നിന്റെ മുന്നിൽ നിൽക്കുന്ന പാഞ്ചാലി നിന്റെ ജീവനെടുക്കാൻ ജന്മം കൊണ്ടവൾ തന്നെയാണ്. നീ എത്ര കരുത്തനാണെങ്കിലും അവളെ തോൽപ്പിക്കാനാവില്ല നിനക്ക്. ആ വാക്കുകൾ പാഞ്ചാലിയുടെ സിരകളിൽ ആവേശത്തിന്റെ ഒരു കൊടുങ്കാറ്റായി പടർന്നിറങ്ങി. ഇന്നാ പിടിച്ചോ ഇത്താപ്പു. ഒരു ചീറ്റപ്പുലിയെപ്പോലെ അവൾ കുതിച്ചു. അടുത്ത നിമിഷം ഇത്താപ്പു വെട്ടിമാറി. ലക്ഷ്യം തെറ്റിയ പാഞ്ചാലിയുടെ കാലിൽ അയാൾ തന്റെ കാൽ വീശിയടിച്ചു. അവൾ മുന്നോട്ട് മറിഞ്ഞു. ഛേ! ഇന്ദ്രൻ തലയിൽ കൈവച്ചു. എന്നാൽ തറയിൽ കൈകളൂന്നി തികഞ്ഞ ഒരഭ്യാസിയെപ്പോലെ അവൾ ചാടിയുയർന്നു. ചന്ദ്രപ്പൻ ഗുരുക്കൾ പഠിപ്പിച്ചു കൊടുത്ത അടവുകൾ അവളെ എത്രയോ കാലം മുൻപേ കരുത്തയാക്കിയിരുന്നു. എന്തിനുള്ള പുറപ്പാടാണ് പാഞ്ചാലി എന്ന് ഇത്താപ്പുവിന് പിടികിട്ടും മുൻപ് പാഞ്ചാലി ഒന്ന് വട്ടം കറങ്ങി. നെഞ്ചിൽ കൂടം കൊണ്ട് ഇടികിട്ടിയതുപോലെ അയാൾ സെറ്റിയിലേക്ക് വീണു. അതും മറിച്ചുകൊണ്ട് അവിടെ നിന്ന് തറയിലേക്കും. മുഖം നിലത്തടിച്ചപ്പോൾ മൂക്കിന്റെ പാലം തകർന്നതുപോലെ തോന്നി. മീശയിൽ ഒരു നനവ്. എഴുന്നേൽക്കുന്നതിനിടയിൽ ഇത്താപ്പു ഇടം കൈകൊണ്ട് മുഖം തുടച്ചു. കട്ടച്ചോര. അത് കണ്ടതേ അയാളുടെ ഭാവം മാറി. എടി! അയാൾ തന്റെ ജുബ്ബ വലിച്ചു കീറി. മുഖം അമർത്തി തുടച്ച് വലിച്ചെറിഞ്ഞു. പിന്നെ മറിഞ്ഞു കിടന്നിരുന്ന സെറ്റിക്ക് മുകളിൽ ചവിട്ടിക്കൊണ്ട് ചീറി അടുത്തു. മുഖമടച്ച് ഒരെണ്ണം കിട്ടി പാഞ്ചാലിക്കും. ഒരു മാത്ര അവളുടെ കണ്ണുകളിൽ ഇരുൾ തെങ്ങി. അടുത്ത നിമിഷം പല്ലിഞ്ഞെരിച്ചുകൊണ്ട് അവൾ തിരിച്ചടിച്ചു. കൊണ്ടും കൊടുത്തും ഒഴിഞ്ഞുമാറിയുമുള്ള ഏറ്റുമുട്ടൽ. ഇത്താപ്പു ശക്തനാണെന്ന് പാഞ്ചാലിക്കും അവളെ അത്ര വേഗത്തിൽ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന് ഇത്താപ്പുവിനും മനസ്സിലായി. ഇത്താപ്പു തന്റെ മുണ്ടും വലിച്ചു പറിച്ചെറിഞ്ഞു. മുട്ടോളമെത്തുന്ന അണ്ടർവെയർ മാത്രം ധരിച്ചുകൊണ്ട് അയാൾ പോരാടി. ഇന്ദ്രൻ ശ്വാസം അടക്കി പിടിച്ചിരുന്നു. ഇത്താപ്പുവിന്റെ ഗുണ്ടാപ്പടയെ നിലം പരശാക്കിയിട്ട് ചന്ദ്രപ്പൻ ഗുരുക്കളും കൃഷ്ണനും അടങ്ങുന്ന സംഘം മടങ്ങിയെത്തി. മുന്നിലെ കാഴ്ച അവരെ പരിഭ്രാന്തരാക്കി. എടാ! കൃഷ്ണൻ വാരിക്കുന്തവുമായി മുന്നോട്ട് കുതിക്കാനാഞ്ഞു. പക്ഷെ ഇന്ദ്രൻ വിളിച്ചു പറഞ്ഞു, വേണ്ട കൃഷ്ണേട്ടാ. മരിക്കുന്നതിന് മുൻപ് അയാൾ പാഞ്ചാലി ആരാന്നറിയട്ടെ. അവളുടെ പകയുടെ കരുത്തറിയട്ടെ. ചെയ്തു കൂട്ടിയതൊക്കെ ഓരോന്നായി ഓർത്ത് പരിതപിക്കട്ടെ. രോഷം കടിച്ചമർത്തി കൃഷ്ണൻ നിന്നു. ഇത്താപ്പുവും പാഞ്ചാലിയും വിയർത്ത് കുളിച്ചു. എന്നിട്ടും വീറടങ്ങുന്നില്ല രണ്ടുപേർക്കും. ഇത്താപ്പു പാഞ്ചാലിയെ വട്ടം പിടിച്ച് കറക്കിയെറിയാൻ ശ്രമിച്ചു. എന്നാൽ അവൾ കൈമുട്ടുകൾ രണ്ടും പിന്നിലേക്ക് ശക്തിയിൽ ഇടിച്ചിറക്കി. ഇത്താപ്പുവിന്റെ വാരിയലുകൾ പൊട്ടുന്നത് പോലെ ഒരു ശബ്ദം. ഹോ! ഇത്താപ്പുവിന്റെ പിടി ഒന്നയഞ്ഞു. ഞൊടിയിടയിൽ അവൾ വെട്ടിത്തിരിഞ്ഞ് അയാൾക്ക് അഭിമുഖം വന്നു. എന്നാൽ ഇത്താപ്പു തലകൊണ്ട് അവളുടെ മുഖത്തിടിച്ചു. പാഞ്ചാലി വേച്ചു പിന്നോട്ട് ചാഞ്ഞു. അയാൾ അവളുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ച് വട്ടം കറക്കി. നായിന്റെ മോളെ, എന്നെ അങ്ങ് എളുപ്പത്തിൽ തട്ടിയേക്കാമെന്ന് കരുതിയോടി നീ? നിന്റെ തന്തയും തള്ളയും കൂടപ്പുറപ്പുകളുമൊക്കെ ഈ കൈകൾ കൊണ്ട് തന്നെയാടി മരിച്ചത്. ഇപ്പോഴും ആ ചോര ഈ കൈകളിൽ മണക്കുന്നുണ്ടടി. ഇന്നാ നോക്ക്. അയാൾ ഇടം കൈകൊണ്ട് അവളെ പിടിച്ചിട്ട് വലം കൈ ആ മുഖത്തേക്കടുപ്പിച്ചു. ഇന്നാടി, മണപ്പിക്കടി. അയാൾ അവളുടെ മൂക്കിന് പുറത്ത് കൈയമർത്തി. ഇന്ദ്രൻ കുതിച്ചെണീറ്റു. പാഞ്ചാലി തളർന്നു കഴിഞ്ഞെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ആരും പ്രതീക്ഷിക്കാത്ത ഒന്ന് അവിടെ നടന്നു. അയാളുടെ കൈവിരലുകളിൽ പാഞ്ചാലി ആഞ്ഞു കടിച്ചു. ഹ! വിടടി പട്ടിച്ചി. അയാൾ കൈ വലിച്ചെടുക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. ഞൊടിയിടയിൽ പാഞ്ചാലിയുടെ വലത് കാൽമുട്ട് മേലേക്കുയർന്നു. തുടകൾക്കിടയിൽ ഇടിയേറ്റ ഇത്താപ്പു അലറിപ്പോയി. ആ ശബ്ദം കൊട്ടാരത്തെ പിടിച്ചുലച്ചു. പാഞ്ചാലി പല്ലകത്തിട്ട് ഇടം കൈകൊണ്ട് അയാളെ മുന്നോട്ട് തള്ളി. അടിവയറ്റിൽ കൈ അമർത്തി ഇത്താപ്പു തറയിൽ കുത്തിയിരുന്നു. തോറ്റോടാ നീ. ഇത്താപ്പു മറുപടി പറഞ്ഞില്ല. പാഞ്ചാലി ഇന്ദ്രനെ നോക്കി. ടെസ്റ്റ് ഡോസ് കൊടുക്കേണ്ട നേരമായി ഇയാൾക്ക്. ഇന്ദ്രൻ ഒന്ന് കൈ ഉയർത്തി. ഗുരുക്കളുടെ ചാവേറുകൾ ഓടിവന്നു. ഇത്താപ്പുവിന്റെ കൈകൾ പിടിച്ചു തിരിച്ച് കെട്ടിയിട്ട് അയാളെ എഴുന്നേൽപ്പിച്ചു നിർത്തി. കൃഷ്ണൻ പുറത്തേക്ക് പോയി. തിരിച്ചു വന്നത് ഒരു പ്ലാസ്റ്റിക് കവറുമായാണ്. അതയാൾ ഇന്ദ്രന് കൊടുത്തു. ഇന്ദ്രൻ കവറിനുള്ളിലേക്ക് കൈകടത്തി ഒരു സാധനം വലിച്ചെടുത്തു. ഇത്താപ്പു കിടുങ്ങി. ചുറ്റിപ്പുളഞ്ഞ ഒരു പാമ്പ്. എന്നാൽ അടുത്ത നിമിഷം അയാൾക്ക് മനസ്സിലായി, അത് പാമ്പല്ല, ചുരുട്ടി വെച്ചിരിക്കുന്ന ചെറിയ മാലപ്പടക്കമാണ്.
ഇന്ദ്രൻ അത് അയാളുടെ കഴുത്തു മുതൽ താഴേക്ക് ചുറ്റാൻ തുടങ്ങി. ഇന്ദ്ര, വേണ്ട. പാഞ്ചാലി, എന്നെ കൊല്ലരുത്. എന്തു വേണേലും ഞാൻ തരാം. നിങ്ങൾ പറയുന്നതെന്തും ഞാൻ അനുസരിക്കാം. ഇത്താപ്പുവിന്റെ ധൈര്യം മുഴുവൻ ചോർന്നുപോയി. അയാൾ കരയാൻ തുടങ്ങി. എന്തും തരുമോ നീ? പാഞ്ചാലി അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. തരും, തരും. എങ്കിൽ നീ കൊന്ന എന്റെ അച്ഛനെ താടാ, അമ്മയെ താടാ, കൂടപ്പിറപ്പുകളെ താടാ, ഇന്ദ്രന്റെ പെങ്ങളെയും നീ കൊലപ്പെടുത്തിയ ഓരോരുത്തരെയും താടാ. അവൾ നിന്ന് കിതച്ചു. അത് പിന്നെ പാഞ്ചാലി, അയാൾ വിക്കി. പറ്റത്തില്ല അല്ലേ? അവൾ കൈ ചുരുട്ടി ആ മുഖത്ത് ഒന്നുകൂടി പൊട്ടിച്ചു. ഇത്താപ്പുവിന്റെ മുൻനിരയിലെ പല്ലുകൾ അടർന്നു. ചുണ്ട് വിണ്ടുകീറി ചോരയൊഴുകി. പാഞ്ചാലി ചീറി. ഒരു മരണം കൊണ്ടൊന്നും നീ ചെയ്തതിന്റെ ഫലം തീരുന്നില്ല. അതുകൊണ്ട് മരിക്കാത്ത ഒരു മരണം ആദ്യം നിനക്ക്, ഇന്ദ്ര. പറഞ്ഞിട്ട് പാഞ്ചാലി പിന്നോട്ട് മാറി. മറ്റുള്ളവരും. അവർ അയാൾക്ക് ചുറ്റും ഒരു വൃത്തം പോലെ നിന്നു. ഇന്ദ്രൻ പടക്കത്തിൽ കെട്ടിയിരുന്ന കരിമരുന്ന് പുരട്ടിയ ചരടുമായി 2-3 അടി മാറി നിന്നിട്ട് തീപ്പെട്ടി എടുത്തു. നെഞ്ച് വിണ്ടുകീറും പോലെ ഇത്താപ്പു നിലവിളിച്ചു. ഇന്ദ്ര, കൊല്ലല്ലേടാ. എന്റെ പെങ്ങൾ ലക്ഷ്മി നിന്നോട് ഇങ്ങനെ എന്തുമാത്രം യാചിച്ചിട്ടുണ്ടാകുമടാ നായേ. എന്നിട്ട് നീ അവൾക്ക് ജീവൻ തിരിച്ചു കൊടുത്തോ? തീപ്പെട്ടി ഉരച്ച് അവൻ തീയിലേക്ക് തീ പകർന്നു. പിന്നെ പിറകിലേക്ക് നീങ്ങി. മുള്ളൻകൊല്ലി കൊട്ടാരം തകർന്നു വീഴും പോലെ പടക്കം പൊട്ടി. ചലിക്കുന്ന തൂണിൽ കെട്ടിയ പടക്കം കത്തുന്നത് പോലെയാണ് എല്ലാവർക്കും തോന്നിയത്. ഇത്താപ്പ് നിന്ന് വട്ടം കറങ്ങി. പടക്കം പൊട്ടിത്തീർന്നപ്പോൾ അയാൾ താഴേക്ക് ഊർന്നു വീണു പിടഞ്ഞു. ഒരു കരിക്കട്ട പോലെയായിരുന്നു അപ്പോൾ അയാൾ. നിലവിളിച്ചപ്പോൾ അയാളുടെ വായിലൂടെയും മൂക്കിലൂടെയും പുക പുറത്തേക്ക് ചാടി. കരിഞ്ഞ മാംസത്തിൽ ചോര പതഞ്ഞു. ഇനി നേരം കളയാനില്ല. കൃഷ്ണൻ ധൃതി കൂട്ടി. ഇവന് മഞ്ചമൊരുക്കാം. എല്ലാം നേരത്തെ തീരുമാനിച്ചിരുന്നതിനാൽ ചാവേറുകൾ മുന്നോട്ട് വന്നു. സോണിയുടെ ശരീരത്തിൽ കിടന്നിരുന്ന അമ്മിക്കല്ലിൽ നിന്ന് പ്ലാസ്റ്റിക് കയർ അഴിച്ചെടുത്തു. സോണിയുടെ മൃതദേഹം അടങ്ങിയ ടീപ്പോയും കല്ലും വലിച്ചു മാറ്റിയിട്ടു. പിന്നെ ഇത്താപ്പുവിനെ അവിടേക്ക് വലിച്ചു നീക്കിയിട്ടു. അയാൾ പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അസ്പഷ്ടമായ ശബ്ദം മാത്രം പുറത്തു വരുന്നുണ്ട്. അയാളുടെ ഭാരം ഇരുവശത്തേക്കും ഒരുപോലെ വരത്തക്ക വിധത്തിൽ ചാവേറുകൾ ആ അരയിൽ പ്ലാസ്റ്റിക് കയർ കെട്ടി. പിന്നെ 4 പേർ ചേർന്ന് മച്ചിലേക്ക് വലിച്ചുയർത്തി. പാഞ്ചാലി തന്റെ കുന്തം കടന്നെടുത്തു. ചത്തു കിടക്കുമ്പോഴും ചമഞ്ഞു കിടക്കണമെന്നല്ലേ? നിന്റെ ശവം ഈ കൊട്ടാരത്തിന്റെ തറയിൽ വീഴരുത്. അതിനാൽ കുന്തങ്ങൾ കൊണ്ട് നിനക്കൊരു ശവമഞ്ചം ഒരുക്കുകയാണ് ഞങ്ങൾ. പാഞ്ചാലി ഇന്ദ്രനെയും ഗുരുക്കളെയും കൃഷ്ണനെയും നോക്കി. ഇവന്റെ പ്രാണന് നമുക്ക് ഓരോരുത്തർക്കും അധികാരമുണ്ട്. കമോൺ. എല്ലാവരും കുന്തങ്ങൾ എടുത്തു. ചാവേറുകൾ ഉൾപ്പെടെ 10 കുന്തങ്ങൾ. അതിന്റെ മുന മുകളിലേക്കാക്കി ഇത്താപ്പുവിന്റെ ശരീരത്തിന് താഴെ അവർ തറയിൽ കുത്തിപ്പിടിച്ചു. റെഡി, 1, 2, 3. പാഞ്ചാലി അലറി. കയർ വലിച്ചു പിടിച്ചിരുന്നവർ പിടിവിട്ടു. ഒരു ചാക്കുകെട്ട് വീഴുന്നത് പോലെ ഇത്താപ്പുവിന്റെ ഉടൽ താഴേക്കൂർന്നു. അർദ്ധബോധാവസ്ഥയിലും കിടിലം കൊള്ളിക്കുന്ന ഒരലർച്ച. അയാളുടെ ശരീരം തുളച്ച് കുന്തമുനകൾ മുകളിലേക്ക് വന്നു. അതിൽ നിന്നൊലിച്ച ചോര ആ ശരീരത്തിലേക്ക് തന്നെ വീണു. അവർ പിടിവിട്ടകന്നു. ഷോക്ക് കൊടുക്കുന്നവന്റെ പിടച്ചിൽ പോലെ കുന്തങ്ങളിൽ കിടന്ന് ഇത്താപ്പ് പിടഞ്ഞുകൊണ്ടിരുന്നു. 10 കാലുകളുള്ള ഒരു വീതി കുറഞ്ഞ മേശയിൽ കിടന്ന് പിടയുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത്. ക്രമേണ ആ പിടച്ചിൽ നിലച്ചുകൊണ്ടിരുന്നു. പാഞ്ചാലിയുടെ കണ്ണിൽ കത്തി നിന്നിരുന്ന പക അണഞ്ഞു തുടങ്ങി. അവൾക്ക് തളർച്ച തോന്നി. ഇന്ദ്ര. അവൾ അവന്റെ ശരീരത്തിലേക്ക് ചാഞ്ഞു. പെട്ടെന്ന് പുറത്തെ വാതിൽക്കൽ ഒരു ചലനം. കൃഷ്ണൻ അത് കണ്ടു. വൈരൻ. അയാൾ ഒരു തോക്ക് ഇന്ദ്രന് നേരെ ചൂണ്ടുന്നു. മോനെ ഇന്ദ്ര. അയാൾ അവന്റെ മുന്നിലേക്ക് ചാടി. ആ നിമിഷം വെടിപൊട്ടി. മോളെ പാഞ്ചാലി. നെഞ്ചിൽ കൈ അമർത്തിക്കൊണ്ട് കൃഷ്ണൻ വേച്ചു വീണു. സകലരും കിടുങ്ങിത്തിരിഞ്ഞു. പാഞ്ചാലി ഞെട്ടി ഉണർന്നതുപോലെ കൃഷ്ണനെ താങ്ങി. അച്ഛ, അച്ഛ. അപ്പോഴും കൃഷ്ണൻ ചിരിച്ചു. ലക്ഷ്യം നേടിയല്ലോ മോളെ. അവനെ വിടരുത്, വൈരനെ. ഈ മുള്ളംകൊല്ലി പഞ്ചായത്തുകാരെ അവന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കണം. നീ കൃഷ്ണേട്ടനെ നോക്കിക്കോ. നേരത്തെ ഇത്താപ്പു സെറ്റിയിലേക്കിട്ടിരുന്ന റിവോൾവർ കടന്നെടുത്തുകൊണ്ട് ഇന്ദ്രൻ വൈരന് നേരെ കുതിച്ചു. ഇനി വെടിയുണ്ടയില്ലെന്ന് അറിയാവുന്ന വൈരൻ തോക്ക് വലിച്ചെറിഞ്ഞിട്ട് കഴുത്തിന് പിന്നിലേക്ക് കൈകടത്തി ഒരു കൊടുവാൾ വലിച്ചെടുത്തു. അപ്പോഴേക്കും ഇന്ദ്രൻ വെടിവെച്ചു. സിറ്റൗട്ടിന്റെ കൈവരിക്ക് മുകളിലൂടെ വൈരൻ മുറ്റത്തേക്ക് ചാടി ഓടി. ഇന്ദ്രൻ പിന്നാലെ. വൈര, ഓടരുത്. മുറ്റത്ത് കടന്നതും വൈരൻ ഗേറ്റ് വലിച്ചടച്ചു. തൊട്ടു പിന്നിലെത്തിയ ഇന്ദ്രൻ അതിലിടിച്ച് മലർന്നു വീണു. റിവോൾവർ ഇരുളിലെവിടെയോ തെറിച്ചു വീണു. അത് നോക്കാൻ മിനക്കെടാതെ അവൻ ചാടിയനേറ്റ് ഗേറ്റ് വലിച്ചു തുറന്ന് വീണ്ടും ഓടി. നേരത്തെ ആക്രമണം നടത്തിയ ഭാഗത്ത് കിടന്നിരുന്ന ജീപ്പിലേക്ക് വൈരൻ ചാടിക്കയറി. കൊടുവാൾ സീറ്റിലേക്കിട്ടിട്ട് അത് സ്റ്റാർട്ട് ചെയ്തു.
റിവേഴ്സ് ഗിയറിലിട്ടു. ശക്തിയിൽ ആക്സിലേറ്റർ ഞെരിച്ചു. ഒരു വലിയ ഇരുൾക്കട്ട വെട്ടിത്തിരിയും പോലെ ജീപ്പ് പിന്നോട്ട് നീങ്ങി തിരിഞ്ഞു. അതിന്റെ പിൻഭാഗം ഇടിച്ച് ചെറിയ കയ്യാല തകർന്നു. വീണ്ടും ഗിയർ മാറ്റി. വൈരൻ ജീപ്പ് മെയിൻ റോഡിലേക്ക് പായിച്ചു. ഓടിയെത്തിയ ഇന്ദ്രൻ അതിന്റെ പിന്നിലെ കമ്പിയിൽ ചാടിത്തൂങ്ങി. ഹെഡ്ലൈറ്റുകളില്ലാത്ത ജീപ്പ്. വൈരൻ ഇൻഡിക്കേറ്ററുകൾ മാത്രമിട്ടുകൊണ്ട് ചിരപരിചിതമായ വഴിയിലൂടെ ജീപ്പ് ഓടിച്ചു. മെയിൻ റോഡിലെത്തി അത് വലത്തേക്ക് തിരിഞ്ഞു. പള്ളിയിലെ നാടകം കഴിഞ്ഞ് വരികയായിരുന്നു. ജനങ്ങൾ പ്രാണഭീതിയോടെ ഓടിമാറി. ഇന്ദ്രൻ തെറിച്ചു വീഴാതിരിക്കാൻ പാടുപെട്ടു. വല്ല വിധേനയും അവൻ അതിനുള്ളിലേക്ക് മറഞ്ഞു. മുള്ളംകൊല്ലി കവലയിലെത്തിയ ജീപ്പ് വൈരൻ ഇടത്തേക്ക് വെട്ടിച്ചു. റോസ് മൂവീസ് തിയേറ്ററിന് മുന്നിലെത്തി കയറ്റം കയറി. ഇരിപ്പോട് കോളനി പിന്നിട്ടു. ഇന്ദ്രൻ പിന്നിൽ നിന്ന് വൈരന്റെ കഴുത്തിൽ കൈ ചുറ്റി. നിർത്തട നായെ ജീപ്പ്. വൈരൻ കൊടുവാൾ കൈനീട്ടി എടുക്കാൻ ശ്രമിച്ചു. അത് സീറ്റിൽ നിന്ന് മുന്നിലേക്ക് വീണു. ജീപ്പ് റോഡിൽ വെട്ടിപ്പുളഞ്ഞു. ഇന്ദ്രന്റെ കൈ തട്ടിക്കളയാൻ വൈരനായില്ല. മുള്ളംചില്ലി കൊണ്ടുണ്ടാക്കിയ വേലി തകർത്തുകൊണ്ട് ജീപ്പ് റീപ്ലാന്റ് ചെയ്യുന്ന കാപ്പിത്തോട്ടത്തിലേക്ക് കയറി. അവിടെയും വെട്ടിപ്പുളഞ്ഞ് അങ്ങേ ചുവരിലേക്ക് പോകുകയാണ്. അടുത്ത നിമിഷം അതൊരു മരത്തിൽ ചെന്നിടിച്ചു. ഇന്ദ്രന്റെ പിടി അയഞ്ഞു. വൈരൻ വെളിയിലേക്ക് തെറിച്ചു. പിന്നാലെ ഇന്ദ്രനും ചാടി. ചാടി എണീറ്റ വൈരൻ ജീപ്പിലേക്ക് ഓടിയടുത്തു. ഇന്ദ്രനെ തള്ളി മാറ്റിക്കൊണ്ട് അതിൽ നിന്ന് കൊടുവാൾ വലിച്ചെടുത്ത് വീശി. ഇന്ദ്രൻ താഴേക്ക് കുനിഞ്ഞ് അയാളെ വട്ടം പിടിച്ച് തറയിലേക്ക് മറിച്ചു. അവരൊന്നിച്ച് ചരിഞ്ഞ പ്രദേശത്തുകൂടി താഴേക്ക് നിരങ്ങിപ്പോയി. അവസാനം ഒരു പാറയിൽ ഇടിച്ചു നിന്നു. ഇന്ദ്രൻ കൈ ചുരുട്ടി വൈരന്റെ മുഖത്ത് ആഞ്ഞാഞ്ഞിടിച്ചു. അയാളുടെ കയ്യിൽ നിന്ന് വാൾ പിടിച്ചു വാങ്ങിയിട്ട് ചാടി എഴുന്നേറ്റു. തൊട്ടപ്പുറത്ത് ഒരു വാഹനം കിടക്കുന്നത് മങ്ങിയ വെളിച്ചത്തിൽ കണ്ടു. ഒരു ജീപ്പ്. ഒരിക്കൽ താൻ ഇവിടെ തള്ളിയ വൈരന്റെ ജീപ്പാണതെന്ന് ഇന്ദ്രൻ തിരിച്ചറിഞ്ഞു. വായിലും മൂക്കിലുമൊക്കെ മണ്ണ് കയറിയ വൈരൻ ചുമച്ചുകൊണ്ട് എഴുന്നേറ്റു. എന്നാൽ വലംകാലുയർത്തി ഇന്ദ്രൻ അയാളെ പാറയിലേക്ക് ചവിട്ടിപ്പിടിച്ചു. വൈര. നിശബ്ദമായ അന്തരീക്ഷത്തിൽ അവന്റെ ശബ്ദം ഇടിമുഴക്കം പോലെ ഉയർന്നു. ഇന്നോടെ നിന്റെ യുഗം അവസാനിക്കുകയാണ്. എന്റെ അച്ഛന്റെ ചോരയ്ക്ക്, ലക്ഷ്മിയുടെ ചോരയ്ക്ക്, ഈ മുള്ളംകൊല്ലിക്കാരുടെ രക്ഷയ്ക്ക് നിന്റെ ജീവൻ ഞാനിങ്ങെടുക്കുകയാ. ഇന്ദ്ര, നീ പൊറുക്കണം. ഒക്കയ്ക്കും കാരണം ഇത്താപ്പ് മുതലാളിയാ. അയാളെ നിങ്ങൾ കൊന്നില്ലേ, അത് പോരെ? പോരാ. കൊല്ലാൻ വെമ്പുന്ന കാട്ടുമൃഗത്തെ പോലെ അവൻ മുരണ്ടു. നിന്റെ മരണം കൊണ്ടേ ഒക്കെ പൂർത്തിയാകൂ. എന്റെ കൃഷ്ണേട്ടനും ഒരു പക്ഷേ ഇപ്പോൾ മരിച്ചിരിക്കും. അതുകൊണ്ട് നരകത്തിലായാലും സ്വർഗത്തിലായാലും അദ്ദേഹത്തിന് പാദസേവ ചെയ്യാൻ നീയും ഉണ്ടായിരിക്കണം കൂടെ. അതിനു മുൻപ് ഇന്ദ്രൻ അയാളുടെ വലതു കൈ പിടിച്ചുയർത്തി. എന്റെ ലക്ഷ്മിയെ തൊട്ട നിന്റെ കൈ ഞാനിങ്ങെടുക്കുമെന്ന് പറഞ്ഞത് നീ മറന്നിട്ടില്ലല്ലോ. വൈരൻ മറുപടി പറയും മുൻപ് കൊടുവാൾ ഉയർന്നു താണു. ഇന്ദ്ര. വൈരന്റെ അലർച്ച. തന്റെ കയ്യിൽ കിടന്ന് പിടയുന്ന വൈരന്റെ കൈ അവൻ വലിച്ചെറിഞ്ഞു. അവന്റെ കാൽ കീഴിൽ വൈരനും കരിയിലകൾക്ക് മുകളിൽ കിടന്ന് അയാളുടെ കൈയും വെട്ടിപ്പിടഞ്ഞു കൊണ്ടിരുന്നു. ഇന്ദ്രൻ വീണ്ടും വാൾ ഉയർത്തി. ഗുഡ് ബൈ വൈര. കൈ പോയതുപോലും മറന്ന് വൈരൻ വിലപിച്ചു. എനിക്ക് ജീവൻ മാത്രം ബാക്കി തന്നാൽ മതി ഇന്ദ്ര. എന്റെ ഇടത് കൈയും കാലുകളും കൂടി വെട്ടിക്കോ നീ. ഞാൻ നിന്നോട് ചെയ്തതിന് അതൊരിക്കലും പരിഹാരമാകില്ലെന്നറിയാം. എന്നാലും ഒരല്പം ദയ. മരിക്കും മുൻപ് കുറച്ചു നാളെങ്കിലും നല്ലവനായി കഴിയാനൊരു ചാൻസ്. അത് നീ എനിക്ക് തരണം. ഉയർത്തിയ വാൾ ഇന്ദ്രന്റെ കയ്യിൽ അങ്ങനെ തന്നെ ഇരുന്നു. വൈരൻ വിക്കി. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടായാൽ നീ തന്നെ എന്നെ കൊന്നോ. മാത്രമല്ല ഇത്താപ്പൂനെ കൊന്ന കേസിൽ നിനക്കും കൂട്ടർക്കും ശിക്ഷ കിട്ടാതിരിക്കാൻ ഞാൻ സഹായിക്കാം. ഇന്ദ്രൻ ഒരു നിമിഷം ചിന്തിച്ചു. എങ്ങനെ? ശിവജിയും കൂട്ടരുമാണത് ചെയ്തതെന്ന് ഞാൻ പോലീസിനോട് പറയാം. എന്റെ ഈ കൈ വെട്ടിയതും ശിവജി തന്നെ പോരെ? എല്ലാത്തിനും ദൃക്സാക്ഷിയാണ് ഞാനെന്ന് പറഞ്ഞാൽ പോലീസ് കേൾക്കും. ഇന്ദ്രൻ വാൾ താഴ്ത്തി. അതൊരു നല്ല ഉപായമാണെന്ന് അവന് തോന്നി. വൈരന്റെ നെഞ്ചിൽ നിന്ന് അവൻ കാൽ പിൻവലിച്ചു. നീ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റമുണ്ടായാൽ ആ നിമിഷം ഇന്ദ്രൻ എന്റെ കഴുത്ത് വെട്ടിക്കോ. വാൾ വലിച്ചെറിഞ്ഞ് അമർത്തിയൊന്ന് മോളിയിട്ട് ഇന്ദ്രൻ തിരിഞ്ഞു നടന്നു. റോഡിലെത്തി. പാഞ്ചാലിയുടെയും മറ്റും അടുത്തേക്ക് പോകണം. കൃഷ്ണേട്ടന് എങ്ങനെയുണ്ടെന്നറിയണം. അവൻ സെൽഫോൺ എടുത്തു പാഞ്ചാലിയെ വിളിക്കാൻ ഭാവിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഇരിപ്പൂർ കോളനിയുടെ ഭാഗത്തു നിന്ന് ചില പ്രകാശഗോളങ്ങൾ അടുത്തു വരുന്നത് കണ്ടത്. സംശയത്തോടെ അവൻ നോക്കി. അവന്റെ തൊട്ടുമുന്നിൽ വന്ന് അവ ബ്രേക്കിട്ടു. ഒരു കാറും അതിന് പിന്നിൽ കോളിസും. ഇന്ദ്രന്റെ നെറ്റി ചുളിഞ്ഞു. പെട്ടെന്ന് കാറിന്റെ ഡോറുകൾ തുറക്കപ്പെട്ടു. അതിൽ നിന്നിറങ്ങിയ രണ്ടുപേർ മുന്നിലെ വെളിച്ചത്തിലേക്ക് വന്നു. കിടുങ്ങിപ്പോയി ഇന്ദ്രൻ. ബാങ്കർ സത്യനേശൻ. കൂടെയുള്ള ആളിനെ അവന് മനസ്സിലായില്ല. കരിങ്കാളിയായിരുന്നു അത്. അധ്യായം 51. തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന് പറയുന്നതിനേക്കാൾ ഇപ്പോൾ കാലിൽ വീണെന്ന് പറയുന്നതാവും കൂടുതൽ ശരി, അല്ലേട കരിങ്കാളി?
ഇന്ദ്രനിൽ നിന്ന് കണ്ണുകൾ പിൻവലിക്കാതെ തന്നെ സത്യനേശൻ കരിങ്കാളിയോട് തിരക്കി. കരിങ്കാളി. ഇന്ദ്രൻ ആ പേര് മനസ്സിൽ കോറിയിട്ടു. പെട്ടെന്ന് കോളിസിൽ നിന്ന് ഇറങ്ങി വന്ന ഗുണ്ടാക്കൂട്ടം വളഞ്ഞു. നിരായുധനാണ് താനെന്ന് ഇന്ദ്രൻ പെട്ടെന്നോർത്തു. എന്താ മുതലാളിക്ക് വേണ്ടത്? ഒട്ടും പതറാതെ തന്നെ അവൻ തിരക്കി. എനിക്ക് വേണ്ടത് നിന്നെ. സത്യനേശൻ കൈ ചൂണ്ടി. പിന്നെ നിന്റെ കൂട്ടുകാരൻ ശിവജിയെ. ഇന്ദ്രന്റെ പുരികം ഒന്ന് ചുളിഞ്ഞു. എന്നെക്കൊണ്ട് നിങ്ങൾക്കെന്ത് പ്രയോജനം? നിങ്ങളെ കുത്തിയ, നിങ്ങളുടെ മകനെ കൊന്ന, മകളെ അടിച്ചുമാറ്റിയ ശിവജിയെ പോരെ നിങ്ങൾക്ക്? അവനെ ഞാൻ സംരക്ഷിക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അത് തെറ്റി. ഒന്നും പിടികിട്ടാതെ സത്യനേശനും കരിങ്കാളിയും പരസ്പരം നോക്കി. എനിക്കെല്ലാം അറിയാം മുതലാളി, നിങ്ങൾക്ക് അറിയാത്തതുപോലും. എന്റെ കൈകൊണ്ട് മരിക്കാൻ കാത്തുകിടക്കുകയാണ് ശിവജി. നിങ്ങൾ വന്നപ്പോൾ ആശ്വാസം എനിക്കാണ്. ഒരിക്കൽ കൂട്ടുകാരനായിരുന്ന അവനെ എന്റെ കൈകൊണ്ട് കൊല്ലണ്ടല്ലോ എന്ന്. എന്തോ ചോദിക്കാൻ സത്യനേശൻ ചുണ്ടനക്കി. ഇന്ദ്രൻ കൈ ഉയർത്തി. വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ കൂടെ വരാം. യാത്രക്കിടയിൽ ബാക്കി പറയാം. സത്യനേശൻ കരിങ്കാളിയെ നോക്കി ഒന്ന് തലയാട്ടി. അയാൾ കാറിന്റെ ഡോർ തുറന്നുകൊടുത്തു. ഇന്ദ്രൻ കയറി. ഒപ്പം സത്യനേശനും. കരിങ്കാളി മുന്നിലും. ഇന്ദ്രൻ പറഞ്ഞ വഴിയെ കാറും പിന്നാലെ കോളിസും നീങ്ങി. യാത്രക്കിടയിൽ അവർ പരസ്പരം കാര്യങ്ങൾ പറഞ്ഞു. സത്യനേശൻ ഇന്ദ്രന്റെ കൈ പിടിച്ചമർത്തി. എന്നോട് ക്ഷമിക്കണം ഇന്ദ്ര. എന്നെ കുത്തിയത് നീയാണെന്നുള്ള തെറ്റിദ്ധാരണയാണ് ഒക്കെയ്ക്കും കാരണം. ഇനി നീ എന്റെ ശത്രുവല്ല, മകനാണ്. ഇന്ദ്രന് മിണ്ടാനായില്ല. കാർ സീതാ മൗണ്ടിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞു. നെല്ലിലാൽ കുമാരന്റെ വാടക വീടിന് മുൻപിൽ വാഹനങ്ങൾ നിന്നു. മുറ്റത്ത് വെളിച്ചം, ആളുകൾ. ഒന്നേ നോക്കിയുള്ളൂ ഇന്ദ്രൻ. ഡോർ വലിച്ചു തുറന്ന് അവൻ പുറത്തേക്ക് ചാടി. ജനകീയ സേനക്കാരും മറ്റും കൂടി നിൽക്കുകയാണവിടെ. ഇന്ദ്രൻ അവരെ വകഞ്ഞ് അകത്തെത്തി. ഒരു നിലവിളി അവന്റെ തൊണ്ടയിൽ കുരുങ്ങി വീണു. ചോരയിൽ കുളിച്ച് അരുണ. എന്താ ഉണ്ടായത്? ആരോടെന്നില്ലാതെ അവൻ ഒച്ചയുയർത്തി. മോനെ ഇന്ദ്ര. നെല്ലിലാൽ കുമാരന്റെ ചിലമ്പിച്ച ശബ്ദം ചിതറി വീണു. അവൻ ശിവജി. തനിയെ കെട്ടടിച്ചു. അരുണയെ കൊന്നിട്ട് ഭദ്രയെ കൊണ്ട് അവനും ആൾക്കാരും പോയി. തലയ്ക്കൊരടിയേറ്റതുപോലെ ഇന്ദ്രൻ തരിച്ചു നിന്നു. സത്യനേശൻ മുതലാളിയും മറ്റും ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. എവിടേക്ക്? എങ്ങോട്ടാ അവൻ പോയത്? അറിയത്തില്ല. ജമ്പും കൂക്കറുമൊക്കെ കുറുക്കുവഴിയെ പിന്നാലെ പോയിട്ടുണ്ട്. ഇന്ദ്രൻ പതുക്കെ തിരിഞ്ഞു സത്യനേശന്റെ മുന്നിലെത്തി. ചതിച്ചല്ലോ മുതലാളി. സാരമില്ലടാ. അയാൾ അവന്റെ തോളിൽ കൈവച്ചു. കണ്ടുപിടിക്കും നമ്മൾ അവനെ. നിന്റെ പെങ്ങളെ രക്ഷിക്കുകയും ചെയ്യും. ഇന്ദ്രൻ മിണ്ടിയില്ല. നേരം പുലർന്നു. ചാക്കോച്ചേട്ടൻ ഓടിയെത്തി ഇന്ദ്രനോട് പറഞ്ഞു. ഇന്ദ്രൻ അറിഞ്ഞോ? ശിവജി ഇത്താപ്പു മുതലാളിയെയും മക്കളെയും കൊന്നു. ഇവിടുന്ന് പോയ വഴിക്കായിരിക്കും. വൈരന്റെ കൈ വെട്ടി. അയാൾ ആശുപത്രിയിലാ. അയാളാ പോലീസിനോട് എല്ലാം പറഞ്ഞത്. പോലീസ് ശിവജിയെ തിരക്കി പാഞ്ഞു നടക്കുക. ഇന്ദ്രൻ തലയാട്ടി. പെട്ടെന്നൊരു പോലീസ് ജീപ്പ് പാഞ്ഞു വന്നു നിന്നു. അതിൽ നിന്ന് CI ജോൺ സക്കറിയ ഇറങ്ങി. ഇന്ദ്ര, ശിവജി എവിടെ? ദേ ഇവിടെയും ഒരു കൊല നടത്തിയിട്ടാ അവൻ പോയത്. സത്യനേശൻ മുതലാളി തിണ്ണയിൽ നിന്ന് ഇറങ്ങി വന്നു. നിങ്ങളാരാ? CI നെറ്റി ചൊളിച്ചു. ഞാൻ സത്യനേശൻ. ആരായാലും ഞങ്ങൾ പറയാതെ ഇവിടെ നിന്ന് പോകരുത്. കേട്ടോടാ കരിങ്കാളി, ഈ ഏമാൻ പറയുന്നത്. സത്യനേശൻ ചിരിച്ചു. ഇവരുടെയൊക്കെ ആഭ്യന്തരമന്ത്രി നേരിട്ട് വന്ന് സ്റ്റേറ്റ് കാറിൽ കയറ്റിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞു കൊടുക്കടാ. ജോൺ സക്കറിയ പിന്നെയും നെറ്റി ചൊളിച്ചു. കേട്ടോ സാറേ. കരിങ്കാളി ഇടം കൈകൊണ്ട് തന്റെ മുടിയൊന്നിളക്കിയിട്ടു. ഈ നിൽക്കുന്നതേ സാറിന് പിടിക്കാൻ പറ്റാത്ത തിമിംഗലമാ. അതുകൊണ്ട് സാറിന്റെ പാട് നോക്കി പോയാട്ടെ. പിന്നെ എനിക്കാണെങ്കിൽ ഈ കേരളമെല്ലാം ഒരുപോലെ. കാക്കി കാണുമ്പം ചൊറിഞ്ഞു വരികയും ചെയ്യും. രംഗം പന്തിയല്ലെന്ന് CIക്ക് തോന്നി. അരുണയുടെ കൊലപാതകത്തിന്റെ ബാക്കി നടപടികൾക്കായി ഹെഡ് കോൺസ്റ്റബിൾ രവിശങ്കറേയും 2 പോലീസുകാരെയും അവിടെ നിർത്തിയിട്ട് അയാൾ പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ പാഞ്ചാലിയും ഗുരുക്കളും അവിടെ എത്തി. കൃഷ്ണേട്ടൻ? ഇന്ദ്രൻ ഉദ്യോഗത്തോടെ തിരക്കി. പോയി. ഗുരുക്കൾ തലകുനിച്ചു. പാഞ്ചാലിയുടെ കണ്ണുകൾ തുളുമ്പി നിൽക്കുന്നത് അവൻ കണ്ടു. ആശ്വസിപ്പിക്കാൻ അവൻ ആ തോളിൽ ഒന്ന് തട്ടി. ആൾക്കാരൊക്കെ അത്ഭുതത്തോടെ പാഞ്ചാലിയെ നോക്കുന്നുണ്ടായിരുന്നു. അവരോട് കൂടുതൽ വിശദീകരണത്തിനൊന്നും അവൻ നിന്നില്ല. പാഞ്ചാലിയോടും അരുണയുടെ മരണത്തെക്കുറിച്ചും ഭദ്രയുമായി ശിവജി രക്ഷപ്പെട്ടതും മാത്രം പറഞ്ഞു. അവനെ വിടരുത്. പാഞ്ചാലിയുടെ ചുണ്ടനങ്ങി. അവൻ സത്യനേശൻ മുതലാളിയെ അവൾക്ക് കാട്ടിക്കൊടുത്തു. തെറ്റിദ്ധാരണ നീങ്ങിയതും അറിയിച്ചു. ഇന്ദ്ര. ഒരു വിളി കേട്ട് അവൻ തിരിഞ്ഞു. ജംബു ഓടി വരുന്നു. ശിവജി രക്ഷപ്പെട്ടു. പക്ഷേ കൂട്ടത്തിൽ ഒരുത്തനെ കിട്ടി. ഇന്ദ്രൻ മാത്രമല്ല, സത്യനേശനും കരിങ്കാളിയുമൊക്കെ അവന്റെ നേരെ തിരിഞ്ഞു. പറയടാ സത്യം. ഒരിടത്തുണ്ട്. ഇന്ദ്രൻ പെട്ടെന്ന് കർമ്മനിരതനായി. അവിടത്തെ കാര്യങ്ങൾ നെല്ലിലാൽ കുമാരനെയും മറ്റും ഏൽപ്പിച്ചു.
ശിവജി എവിടെയുണ്ടെന്ന് അവന്റെ ആൾ നമുക്ക് പറഞ്ഞു തരും. സത്യനേശൻ മുതലാളി, ഇനി സമയം കളയാനില്ല, വാ. ഇന്ദ്രൻ മുന്നോട്ട് നീങ്ങി. ആ സംഘത്തിന്റെ ഒപ്പം പാഞ്ചാലിയും ഗുരുക്കളും കൂടി ചേർന്നു. മുന്നിൽ ഇന്ദ്രനും പാഞ്ചാലിയും ഗുരുക്കളും, പിന്നെ ശിവജിയുടെ ആളും കയറിയ ജീപ്പ്, അതിന് പിന്നിൽ സത്യനേശന്റെ കാറും കോളിസും. അങ്ങനെ ആ സംഘം ശിവജിയെ തേടി പുറപ്പെട്ടു. ശിവജിയുടെ ഗുണ്ട പറഞ്ഞുകൊടുത്ത വഴിയിലൂടെ. മണിയെന്നായിരുന്നു അയാളുടെ പേര്. വഴിയിൽ ചെക്ക് പോസ്റ്റുകളാ, വണ്ടി പരിശോധനയൊക്കെ കാണും, അടങ്ങിയിരുന്നോണം, അല്ലെങ്കിൽ പിന്നെ നീയില്ല. ഇടയ്ക്കിടെ ഇന്ദ്രൻ മണിയെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാകാത്ത വിധത്തിൽ മണിയുടെ കാലുകൾ സീറ്റിന്റെ കമ്പിയിൽ ചേർത്ത് കെട്ടിവെച്ചിരിക്കുകയാണ്. മരണത്തെ മുന്നിൽ കാണുന്നത് പോലെയാണ് മണിയുടെ ഇരിപ്പ്. പോലീസുകാർ ഇടയ്ക്കിടെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി ശിവജിയെ തിരഞ്ഞുകൊണ്ടിരുന്നു. വാഹനങ്ങൾ മാനന്തവാടിയിൽ നിന്ന് കുട്ടയിലേക്കും അവിടെ നിന്ന് മാക്കുട്ടയിലുമെത്തി. കർണാടക ബോർഡറാണത്. വിരാജ് പേട്ട എന്ന വീരരാജേന്ദ്ര പേട്ടയിലെത്തിയപ്പോൾ നേരം സന്ധ്യയോടടുക്കാറായി. അവിടെ ഒരു ഹോട്ടലിൽ നിന്ന് അവർ ലഘുഭക്ഷണം കഴിച്ചു. മണിക്കും കാവലിരുന്ന ഇന്ദ്രനും പാഴ്സൽ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തു. വീണ്ടും യാത്ര. ഇനി എന്ത് ദൂരം കാണുമടാ? ഗുരുക്കൾ മണിയുടെ താടിക്കൊന്ന് തട്ടി. 19 കിലോമീറ്റർ കാണും, അയാൾ പിറുപിറുത്തു. എത്രയും വേഗം അവിടെ എത്തിയില്ലെങ്കിൽ ശിവജി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുമെന്ന് അവർക്ക് തോന്നി. കാരണം മണിയെ തങ്ങൾ പിടികൂടിയല്ലോ. കുശാൽ നഗറിൽ എത്തിയപ്പോഴേക്കും നേരം ഇരുട്ടി. റോഡ് രണ്ടായി തിരിയുകയാണ്. വലത്തേക്ക് മൈസൂറിനും ഇടത്തേക്ക് സോമവാർ പേട്ടയ്ക്കും. ജീപ്പ് നിന്നു. പിന്നിൽ മറ്റു വാഹനങ്ങളും. ഇന്ദ്രൻ ഇറങ്ങി സത്യനേശന്റെ അടുത്ത് ചെന്നു. നമ്മൾ സ്ഥലം അടുക്കാറായി, കൂടിയാൽ 10 കിലോമീറ്റർ. സത്യനേശൻ ഒന്നിളകിയിരുന്നു. എങ്കിൽ ശ്രദ്ധിക്കണം, അവന്റെ ആളുകൾ എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയില്ലല്ലോ. ശരി. വാഹനങ്ങൾ വലത്തേക്ക് തിരിഞ്ഞ് മൈസൂർ റോഡിലേക്ക് കയറി. ചെറു കുന്നുകളും കയറ്റങ്ങളും ഇറക്കങ്ങളും. മഞ്ഞ് പരന്നു തുടങ്ങിയിരുന്നു. ഓറഞ്ച് തോട്ടങ്ങളെ ഹെഡ്ലൈറ്റുകളിലെ വെളിച്ചം തൊട്ടുഴിഞ്ഞു. 10-15 കിലോമീറ്ററുകൾ പിന്നിട്ട് കാണും. മഞ്ഞിന് പിന്നെയും കട്ടി കൂടി വന്നു. ജീപ്പിന്റെ മഞ്ഞ ലൈറ്റുകൾ അതിൽ ദ്വാരമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇവിടുന്നിടത്തേക്ക്. മണി ഒരു വെട്ട് റോഡിലേക്ക് കൈ ചൂണ്ടി. ഓറഞ്ച് തോട്ടത്തിന് നടുവിലൂടെയുള്ള ഒരു റോഡ്. വാഹനങ്ങൾ അവിടേക്ക് തിരിഞ്ഞു. എന്താടാ ശിവജിക്ക് ഇവിടെ പരിപാടി? ഇന്ദ്രൻ മണിയെ നോക്കി. ഈ ഓറഞ്ച് തോട്ടം ശിവജിയുടേതാ. ഇന്ദ്രൻ ജാഗരൂകനായി. ഇനി കൂടുതൽ സൂക്ഷിക്കണം. താൻ കരുതിയതിനേക്കാൾ ശക്തനാണ് ശിവജി. ഓറഞ്ച് തോട്ടത്തിന് മുകളിലൂടെ കുന്നിൻ പുറത്തെ ഒരു കെട്ടിടത്തിൽ വെളിച്ചം കണ്ടു. അതാണോടാ അവന്റെ വീട്? അതെ. ഇന്ദ്രൻ ഡ്രൈവറുടെ തോളിൽ തട്ടി. ജീപ്പും മറ്റു വാഹനങ്ങളും നിന്നു. അവൻ പുറത്തിറങ്ങി. മറ്റുള്ളവരും. വാഹനങ്ങളുടെ ലൈറ്റുകൾ അണഞ്ഞു. തണുപ്പ് സിരകളിലേക്ക് അരിച്ചു കയറി. ഇനി നമ്മൾ ഒന്നിച്ചു പോകുന്നത് അപകടമാണ്. 4 പാടും നിന്നും കെട്ടിടം വളയണം. ഇന്ദ്രൻ പദ്ധതികൾ വിശദീകരിച്ചു കൊടുത്തു. 10 മിനിറ്റിന് ശേഷം ആ സംഘം രണ്ടായി പിരിഞ്ഞ് റോഡിന് ഇരുവശത്തുകൂടിയും അർദ്ധവൃത്താകൃതിയിൽ കുന്നുകയറി തുടങ്ങി. ഈ സമയത്ത് കെട്ടിടത്തിന് മുൻപിൽ ഒരു ലോറിയും ജീപ്പും കിടപ്പുണ്ടായിരുന്നു. കുറെ ആളുകൾ ലോറിയിലേക്ക് സാധനങ്ങൾ കയറ്റുകയാണ്. കെട്ടിടത്തിനുള്ളിൽ അമ്മിണിയമ്മയും ശാരിയും സത്യനേശന്റെ മകൾ റാണിയും ഉണ്ടായിരുന്നു. നമ്മൾ എന്തിനാ മോനെ ഇവിടുന്ന് പോകുന്നത്? അർദ്ധശങ്കയിൽ അമ്മിണിയമ്മ ശിവജിയെ നോക്കി. എങ്ങോട്ടാ നമ്മൾ പോകുന്നത്? കത്തുന്ന ഭാവത്തിൽ ശിവജി തിരിഞ്ഞു. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിക്കഴിഞ്ഞേ നമ്മളിവിടെ നിന്ന് ഇറങ്ങത്തുള്ളൂ എന്നുണ്ടോ? പോയി ജീപ്പിൽ കയറി തള്ളേ. ആ ഭദ്രമോളെ നീ എന്തിനാ പിടിച്ചുകെട്ടി ഇട്ടിരിക്കുന്നേ? ദേ, ആവശ്യമില്ലാത്ത ചോദ്യമൊന്നും വേണ്ട. തള്ളയാണെന്ന് നോക്കത്തില്ല ഞാൻ, പറഞ്ഞേക്കാം. അതേടാ, വേണ്ടി വന്നാൽ നീ എന്നെയും കൊല്ലും, എനിക്കറിയാം. അമ്മിണിയമ്മ ഒന്ന് തേങ്ങി. മിണ്ടിപ്പോകരുത്. അവൻ അവരുടെ കവളിൽ കൊത്തിപ്പിടിച്ചു. ഏട്ടാ, അമ്മയെ വിട്. ശാരി നിലവിളിച്ചു. നാശം. അവൻ പിടിവിട്ടു. പിന്നെ തന്റെ ആളുകളിൽ ഒരാളെ വിളിച്ചു വരുത്തി. സാധനങ്ങളൊക്കെ കയറ്റി കഴിഞ്ഞോ? കഴിഞ്ഞു. എങ്കിൽ ഇവരെ കൊണ്ടുപോയി ജീപ്പിലാക്ക്. വാ. ആദ്യം അമ്മിണിയമ്മയും പിന്നാലെ ശാരിയും റാണിയും അയാളുടെ കൂടെ പോയി. റാണി തിരിഞ്ഞ് ശിവജിയെ ഒന്ന് നോക്കി. കത്തുന്ന നോട്ടം. സത്യനേശന്റെ മോൾക്കെന്താടി ഒരു പെടപടപ്പ്? അവൻ പരിഹസിച്ചു. അവൾ മുഖം തിരിച്ചു. മൂവരും പോയി ജീപ്പിൽ കയറിയിരുന്നു. ശിവജി അടച്ചിട്ടിരുന്ന ഒരു വാതിൽ തുറന്നു. അതിന് നടുവിൽ ഉണ്ടായിരുന്ന കട്ടിലിൽ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട നിലയിൽ ഭദ്ര കിടപ്പുണ്ടായിരുന്നു. അഴിഞ്ഞു ചിതറിയ തലമുടിയും കണ്ണീർ ഉണങ്ങി വറ്റിയ കവിളുകളും. അവൻ വാതിൽ ചാരിയിട്ട് കിടക്കയിൽ ചെന്നിരുന്നു. പതുക്കെ അവളുടെ വയറ്റിൽ ഒന്ന് തടവി. തീപ്പൊള്ളലേറ്റതുപോലെ ഭദ്ര പിടഞ്ഞു. തുടരു തന്നെ. കൊള്ളാം. പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണം. വിളഞ്ഞ കാന്താരിയുടെ എരിവ് വേണം. അതാ എനിക്കിഷ്ടം. ശിവജി ഒരു വിടനെപ്പോലെ ചിരിച്ചു. നിന്റെ ചേച്ചിയുടെ വെണ്ണക്കൽ ശില്പം പോലെയുള്ള ശരീരം ഒത്തിരി രുചിച്ചിട്ടുള്ളവനാ ഞാൻ.
അന്നേ നിന്നെ ഞാൻ നോട്ടമിട്ടിരുന്നതാ. ആഗ്രഹം ബാക്കി വെക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. അവൻ അവളുടെ പാവാടയിൽ പിടിമുറുക്കി. കൂട്ടിക്കെട്ടിയ കാലുകൾ ഉയർത്തി അവൾ അവനെ ചവിട്ടി. അവൾ കുതറിയിട്ടും അവൻ വിട്ടില്ല. നിന്റെ ചേട്ടൻ വളരെ മിടുക്കനാ. എന്നെ തേടി അവനിവിടെ വരാതിരിക്കില്ല. വരുമ്പോൾ ഒരു സമ്മാനം കൊടുക്കണ്ടേ ഞാൻ? അതിനാണ് നീ. എന്റെ ഒടുക്കത്തെ അത്താഴത്തിനെന്നും പറഞ്ഞ് ചോറ് ഉരുട്ടിത്തരാൻ വിളമ്പിക്കൊടുത്തവളല്ലേ നീ. ആ നിന്റെ ശവം അവൻ കാണണം. ഞാൻ പിച്ചി ചീന്തിയതിന്റെ എച്ചിൽ ശവം. അവൻ കിടക്കയിലേക്ക് അവളെ അമർത്തിക്കൊണ്ട് കാലിലെ കെട്ടഴിക്കാൻ തുടങ്ങി. അപ്പോൾ ജീപ്പിൽ കയറ്റിയ റാണിക്കും മറ്റും കാവൽ നിൽക്കുകയായിരുന്നു 2 പേർ. ബാക്കിയുള്ളവർ ലോറിക്കരികിലുണ്ട്. റാണി പുറത്തേക്കിറങ്ങാൻ ഭാവിച്ചു. അവിടെ ഇരുന്നാൽ മതി. ഗുണ്ട തടഞ്ഞു. ഒരു സാധനമെടുക്കാൻ ഞാൻ മറന്നുപോയി, അതെടുക്കണം. അവൾ തർക്കിച്ചു. ഇപ്പം വേണ്ട. പെട്ടെന്നാണ് കനത്ത മഞ്ഞിൽ നിന്ന് കുറെ പേർ ചാടി വീണത്. ഗുണ്ടകൾ അമ്പരന്നുപോയി. കരിങ്കാളിയും ഇന്ദ്രനും പാഞ്ചാലിയും ഗുരുക്കളും മറ്റും അടിച്ചു കയറി. ഗുണ്ടകൾ ചിതറിപ്പോയി. ഈ തക്കത്തിന് റാണി അകത്തേക്കോടി. അതിനിടെ അവൾ മറ്റൊരാളെ കണ്ടു. സത്യനേശൻ മുതലാളി, അച്ഛൻ. അവളുടെ ഇടനെഞ്ചി പിടഞ്ഞു. മോളെ. അയാളും അവളെ കണ്ടു കഴിഞ്ഞിരുന്നു. റാണി പക്ഷേ നിന്നില്ല. അകത്തേക്കോടിക്കയറി. അവൾ വാതിലടച്ച് ഓടാമ്പലിട്ടു. ഭദ്രയുടെ പാവാട വലിച്ചഴിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ശിവജി. പിന്നിൽ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. റാണി. കയ്യിൽ ഒരു ടെലിഫോൺ സ്റ്റാൻഡുമായി നിൽക്കുന്നു അവൾ. ഭദ്രയെ വിട്ട് എഴുന്നേൽക്കാനുള്ള സമയം കിട്ടിയില്ല അവന്. അതിനു മുൻപ് അകത്തേക്ക് കുതിച്ചു കയറിയ റാണി സ്റ്റാൻഡ് ഉയർത്തി അവന്റെ ശിരസിൽ ആഞ്ഞടിച്ചു. റാണി, നായേ! അലറിക്കൊണ്ട് അവൻ പിടഞ്ഞു തറയിൽ വീണു. നീ രക്ഷപ്പെട്ടോ? റാണി ഭദ്രയെ നോക്കി ചീറി. ഭദ്ര ചാടി എണീറ്റു. റാണി അവളുടെ കയ്യിലെ കെട്ടും അഴിച്ചുവിട്ടു. അവൾ പുറത്തേക്കോടി. റാണി തറയിൽ നിന്ന് എഴുന്നേൽക്കാനാഞ്ഞ ശിവജിയുടെ ശിരസിൽ വീണ്ടും അടിച്ചുകൊണ്ടിരുന്നു. ഒരു വിഷപ്പാമ്പിനെ തല്ലിക്കൊല്ലുന്നത് പോലെ, ഉന്മാദിനിയെ പോലെ. ടെലിഫോൺ സ്റ്റാൻഡിന്റെ മുകൾ ഭാഗത്തെ തടി ചിതറിപ്പോയി. ശിവജിയുടെ തല പിളർന്ന് ചോര ചീറ്റിക്കൊണ്ടിരുന്നു. തലയിൽ കൈ അമർത്തിക്കൊണ്ട് അവൻ വെട്ടിപ്പുളഞ്ഞുകൊണ്ടിരുന്നു. സ്റ്റാൻഡിന്റെ തടിപോയ ഭാഗം കൂർത്തു നിൽക്കുന്നത് റാണി കണ്ടു. അവൾ സ്റ്റാൻഡ് തലകീഴായി പിടിച്ചു. പിന്നെ ശിവജിയുടെ നെഞ്ചിലേക്ക് ഒറ്റ കുത്ത്. നെഞ്ചിനും വയറിനുമിടയിൽ അത് പുളഞ്ഞിറങ്ങി. പഴുത്ത ചക്കയിൽ കത്തിയിറങ്ങും പോലെ. നടുക്കം കൊള്ളിക്കുന്ന ഒരലർച്ച കൂടി. ഈ ഒരു നിമിഷത്തിനാണ് ഞാൻ കാത്തിരുന്നത്. റാണി പൊട്ടിച്ചിരിച്ചു. വാതിൽ തുറന്ന് പുറത്തേക്ക് ചാടിയ ഭദ്ര ഇന്ദ്രന്റെ നെഞ്ചിലാണ് ഇടിച്ചു നിന്നത്. മോളെ ഭദ്രേ! ഏട്ടാ! അവൾ തേങ്ങിക്കരഞ്ഞു. അതിനിടെ തറയിൽ വീണ് കിടക്കുന്ന ശിവജിയുടെ ഗുണ്ടകളെ കണ്ടു. റാണി എന്തിയെ? ഭദ്ര അകത്തേക്ക് കൈ ചൂണ്ടി. അവളെ പാഞ്ചാലിയെ ഏൽപ്പിച്ച് ഇന്ദ്രൻ അകത്തേക്ക് പാഞ്ഞു. പിന്നാലെ സത്യനേശനും കരിങ്കാളിയും. അകത്തെ മുറിയിലെ കാഴ്ച അവരെ നടുക്കി. ചോരയിൽ കുളിച്ചു കിടക്കുന്ന ശിവജി. അവന്റെ നെഞ്ചിൽ കുത്തി നിൽക്കുന്ന ടെലിഫോൺ സ്റ്റാൻഡ്. ക്രൂരമായ ഒരു ചിരിയോടെ റാണി അവർക്ക് നേരെ തിരിഞ്ഞു. അച്ഛാ, ഞാൻ പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് അവൾ കൈകൂപ്പി. സത്യനേശൻ മുന്നോട്ടാഞ്ഞ് കുഴഞ്ഞു വീഴാൻ തുടങ്ങിയ റാണിയെ താങ്ങി. ശിവജിയുടെ മൃതദേഹത്തിലേക്ക് ഒന്നുകൂടി നോക്കിയിട്ട് ഇന്ദ്രൻ പിന്തിരിഞ്ഞു. പുറത്ത് ഭദ്രയും താങ്ങിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പാഞ്ചാലിക്കരികിൽ അമ്മണിയമ്മയും ശാരിയും ഉണ്ടായിരുന്നു. സത്യനേശനും കരിങ്കാളിയും റാണിയെയും കൊണ്ട് അവിടേക്ക് വന്നു. ഓറഞ്ച് തോട്ടത്തിലെ കടുത്ത മഞ്ഞ് ഒരു കാറ്റ് വീശിയപ്പോൾ അവരെയും വന്നു പൊതിഞ്ഞു. അതിനിടയിലും തിളക്കമുള്ള 2 കണ്ണുകൾ തന്നെ നോക്കുന്നത് ഇന്ദ്രൻ കണ്ടു. പാഞ്ചാലിയുടെ കണ്ണുകൾ. നോവൽ അവസാനിക്കുന്നു. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.